അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അപ്പൊ നമ്മൾ എന്തായാലും കൊല്ലത്തല്ലേ വന്നത്. അപ്പൊ കൊല്ലത്ത് വന്ന സ്ഥിതിക്ക് ഒരു യുവ വനിതാ നേതാവിനെ കണ്ടിട്ട് പോകുന്നില്ലേ നല്ലത്? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ ചിന്താജറവും ഉണ്ടെന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയാലോ? ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളിപ്പോ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. മിനിസ്റ്റർക്ക് നേരെ അക്രമം ഉണ്ടായ ദിവസം അന്ന് സ്റ്റേറ്റിലാകെ അത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളത് വിലക്കുകയും ഞാൻ ഏറ്റു വിളിച്ചില്ല. കാരണം ഞാൻ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയാം. ആദ്യം ഓരോ മുദ്രാവാക്യം വിളികളും ഏറ്റു വിളിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അതല്ല നമ്മുടെ പൊളിറ്റിക്സ്. തീർച്ചയായും സ്ത്രീ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങളൊന്നും ഒരു മുദ്രാവാക്യം വിളിയായിട്ടോ ഒരു പ്രസ്താവനയായിട്ടോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. മോശമായ പദപ്രയോഗങ്ങൾ ഉണ്ടായാൽ അത് എന്താണ് തുറന്നു കാണിക്കുന്നത്? അവരുടെ ക്യാരക്ടറാണ്, അവരുടെ കൾച്ചറാണ്, അവരുടെ സംസ്കാരമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള് ഏതെങ്കിലും ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളോ സീനോ ജസ്റ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ അത്ര നന്നായി ഇപ്പം നമ്മുടെ പുതിയ തലമുറ ഇതിനെ നോക്കി കാണുന്നുണ്ട്. അതാണ് നമുക്ക് ജെൻസിയിലൊക്കെ ഉള്ളൊരു വലിയ ഇഷ്ടം. ഞങ്ങൾക്ക് എന്തെങ്കിലും ചിന്താ ജെറോമിനെ സഭയിൽ കാണാൻ പറ്റുമോ? സംസാരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അയ്യോ ദാരിദ്ര്യം. എന്റെ പൊന്നടാവ്, ഈ പേരിട്ട തന്നെ അറിയാട്ടോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോളാന്ന്. ഏറെക്കുറെ ഇപ്പൊ ശൈല ടീച്ചർ ഇത്തരത്തിൽ പേരാവൂർ നിൽക്കുമ്പോൾ അത് എല്ലാരും പൊതുവെ പറയുന്നൊരു അഭ്യൂഹം എന്ന് പറയുന്നത് ശൈല ടീച്ചർ അവിടെ തോൽക്കും, അതുകൊണ്ട് അത് അവിടെ ശൈല ടീച്ചർ ഒന്ന് അടിച്ചമർത്താം, പാർട്ടിയിൽ മാത്രമല്ല കമ്മിറ്റിയിൽ മാത്രം ഒതുക്കാൻ മാത്രമാണെന്നുള്ളത് വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയരുന്നില്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചിന്തയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, എന്നെങ്കിലും ശൈല ടീച്ചർ അല്ലെ, ഇപ്പൊ ശൈല ടീച്ചറാണ് പൊതുവെ CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരും പരിഗണിക്കുന്നത്, വനിതാ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിന്തയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്തവണ പേരാവൂരിൽ ശൈലജ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ടീച്ചർ മുഖ്യമന്ത്രി ആണെന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ടോ? അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വിജയിച്ച് ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഇന്നാള് മുഖ്യമന്ത്രി മാത്രല്ലേ. ഒരു വനിത എന്നുള്ള രീതിയിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിന്ത ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ മറ്റാരുണ്ട് LDF അല്ലാതെ ഓർമ്മ, എന്തുകൊണ്ട് മറ്റാരുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയാക്കാൻ LDF അല്ലാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്നുള്ളതല്ല, ഒരു നിലപാടാണ് പ്രധാനം. സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും.